യൂണിവേഴ്സിറ്റിയിൽ BBA ചൂസ് ചെയ്യുന്ന സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണിത് കേട്ടോ. എന്തൊക്കെയാണ് എലിജിബിലിറ്റി, എന്നാണ് കോഴ്സിന്റെ ഡീറ്റെയിൽസ്, അത്തരം കാര്യങ്ങളാണ് നമ്മൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. BBA എന്തുകൊണ്ട് നമ്മൾ ഇഗ്നോയിൽ ചൂസ് ചെയ്യണമെന്ന് ഫസ്റ്റ് നമ്മൾ ഒരു ക്വസ്റ്റ്യൻ ആണ്. മറ്റ് യൂണിവേഴ്സിറ്റികളെ അപേക്ഷിച്ച് എന്തുകൊണ്ട് നമ്മൾ ഇഗ്നോയിൽ ഈ BBA ചൂസ് ചെയ്യണം? ഫസ്റ്റ് കാര്യം, ഇത് വാലിഡ് ആയ ഒരു സർട്ടിഫിക്കറ്റ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. നമുക്ക് ഫർദർ നമുക്ക് തുടർന്ന് പഠിക്കാനാണെങ്കിലും ജോബിനാണെങ്കിലും ഗവൺമെന്റ് ജോബ്സിനാണെങ്കിലും അങ്ങനെ എല്ലാ കാര്യത്തിനും വാലിഡ് ആയ സർട്ടിഫിക്കറ്റ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. കാരണം ഇത് UGCന്റെ അണ്ടറിൽ വരുന്ന സെൻട്രൽ ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റും കാര്യങ്ങളാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ഇത് വാലിഡ് സർട്ടിഫിക്കറ്റ് ആണ്. ഗവൺമെന്റ് ജോബ്സിന് വരെ യൂസ് ചെയ്യാൻ പറ്റുന്ന സർട്ടിഫിക്കറ്റ് ആണ്. പിന്നെ ഇതിന് ഏജ് ലിമിറ്റ് ഇല്ല. ഏത് ഏജിലുള്ള ആളുകൾക്കും നമുക്ക് എന്ത് ചെയ്യാം, BBA ചെയ്യാം. ഇപ്പം നിങ്ങൾ ഡിഗ്രി എടുക്കാനുള്ള ഏജ് അല്ല, ഒത്തിരി ഡിലേ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ജോബോ അങ്ങനെ എന്തെങ്കിലും കാരണം കൊണ്ടൊക്കെ നിങ്ങൾ ഗ്യാപ്പ് ഇട്ടോരോ, അങ്ങനെ ആർക്ക് വേണമെങ്കിലും ഏജ് ലിമിറ്റ് ഇല്ലാണ്ട് നമുക്ക് എന്ത് ചെയ്യാം, BBA എടുക്കാൻ പറ്റും. നോ ഏജ് ലിമിറ്റ് ആണ് ഒരു കാരണം. പിന്നെ തേർഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഒരു റീസൺ ആണ്, അഫോർഡബിൾ പ്രൈസിലാണ് കൊടുക്കുന്നത്. ഈ പ്രൊഫഷണൽ ആയ ഒരു കോഴ്സായ BBAക്ക് മറ്റ് യൂണിവേഴ്സിറ്റികളെ അപേക്ഷിച്ച് ഫീസ് വളരെ കുറവാണ്. അത് തന്നെയാണ് മെയിൻ ആയിട്ടുള്ള റീസണ് വൈ വി ചൂസ് BBA ഇൻ ഇഗ്നോ. ഇനി ഏതൊക്കെ ടൈപ്പാണ് BBA ഉള്ളത്? ഇഗ്നോ പ്രൊവൈഡ് ചെയ്യുന്ന 3 ടൈപ്പ് BBAs ആണ്. ഒന്ന് BBA ഇൻ സർവീസ് മാനേജ്മെന്റ്, BBA ഇൻ റീറ്റെയിലിംഗ്, പിന്നെ നോർമൽ BBA. അങ്ങനെ 3 BBA ആണ് കൊടുക്കുന്നത്. ഫസ്റ്റ് വൺ BBA ഇൻ സർവീസ് മാനേജ്മെന്റ്. നോർമലി ഈ ഒരു കോഴ്സ് പൊതുവെ ചൂസ് ചെയ്യുന്നത് വളരെ കുറവാണ്. കാരണം അതിന് കുറച്ച് നിബന്ധനകളുണ്ട്. ഫസ്റ്റ് ക്രൈറ്റീരിയ ആണ്, നിങ്ങൾ മസ്റ്റായിട്ട് +2 അല്ലെങ്കിൽ +2 ഇക്വലൻ്റ് ആയിട്ടുള്ള കോഴ്സോ പാസ്സായിരിക്കണം. 2, നിങ്ങൾക്ക് 18 വയസ്സെങ്കിലും പൂർത്തിയായിരിക്കണം. 3, നിങ്ങൾ വർക്ക് ചെയ്യുന്ന എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്, വർക്കിംഗ് എക്സ്പീരിയൻസ് നമ്മൾ കാണിച്ചിരിക്കണം. ഇതാണ് 3 നിബന്ധനകൾ, ക്രൈറ്റീരിയാസ് വെക്കുന്നത്. പിന്നെ രണ്ടാമത്തത് അത് BBA ഇൻ റീറ്റെയിലിംഗ്. അതാണാൽ നിങ്ങൾക്ക് 2 രീതിയിൽ ചെയ്യാം. ഒന്ന് ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് എൻട്രി എടുക്കാം, അല്ലെങ്കിൽ ഒരു സ്പോൺസർ ത്രൂ നിങ്ങൾക്ക് എൻട്രി എടുക്കാം. അതായത് ഡയറക്റ്റ് എൻട്രി പറഞ്ഞാൽ നോർമലി നമ്മൾ നോർമൽ എല്ലാ കോഴ്സും ചെയ്യുന്ന പോലെ ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അഡ്മിഷൻ എടുക്കാം. അല്ലെങ്കിൽ ഒരു സ്പോൺസർ ത്രൂ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാം. ഇങ്ങനെ ആണ് BBA ഇൻ റീറ്റെയിലിംഗ്. പിന്നെ നോർമൽ BBA. ഈ 3 BBAs ആണ് നമ്മളെ ഇഗ്നോ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി BBA കംപ്ലീറ്റ് ചെയ്യാൻ അതിൻ്റെ ഡ്യൂറേഷൻ വരുന്നത് 3 വർഷമാണ്. ഇത് ഡിഗ്രി കോഴ്സ് ആയതുകൊണ്ട് തന്നെ 3 വർഷമാണ് വരുന്നത്. ബട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യം കൊണ്ട് ഡിലേ ഒക്കെ ആയി വരുവാണെങ്കിൽ, മീൻസ് എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല, അങ്ങനെ എന്തെങ്കിലുമൊക്കെ റീസൺ ഉണ്ടെങ്കിൽ നമുക്ക് 6 വർഷം കൊണ്ട് കംപ്ലീറ്റ് ചെയ്താൽ മതി. അതിപ്പോൾ ഇനി സർവീസ് മാനേജ്മെൻറ്റ് BBA ആണെങ്കിലും റീറ്റെയിലിംഗ് BBA ആണെങ്കിലും നോർമൽ BBA ആണെങ്കിലും ഒക്കെ കറക്റ്റാണ്. 3 to 6 അതിനകത്ത് നമ്മൾ കംപ്ലീറ്റ് ചെയ്താൽ മതി. കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് സർവീസ് മാനേജ്മെൻറ്റിന് ഫീസ് കൂടുതലാണ്. അതുപോലെ തന്നെ പിന്നെ ബാക്കി റീറ്റെയിലിംഗ് ആണെങ്കിലും നോർമൽ BBA ആണെങ്കിലും ചെറിയ എമൗണ്ടിൻ്റെ ഡിഫറൻസേ ഉള്ളൂ ഫീസിൽ വരുന്നത് കേട്ടോ. ഇത്രയും കാര്യങ്ങളാണ് BBA റിലേറ്റഡ് ആയിട്ട് പറയാനുള്ളത്. ഇനി നിങ്ങൾക്ക് BBA ഇഗ്നോയിൽ അഡ്മിഷൻ എടുക്കണമെങ്കിൽ നമ്മൾ ഈ ലാസ്റ്റ് ഡിസംബർ മുതലേ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാനും താല്പര്യം ഉണ്ടെങ്കിൽ താഴെ ഞാൻ നമ്പർ കൊടുക്കാം, ആ നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്തോളൂ. പിന്നെ BBA റിലേറ്റഡ് ആയിട്ട് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നമ്മളെ കോൺടാക്ട് ചെയ്തോളൂ, നമ്മൾ ക്ലിയർ ചെയ്ത് തരാം കേട്ടോ.